എല്ലാം ശരിയായിരിക്കുമ്പോഴും ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത, എന്തോ വരാനിരിക്കുന്നു എന്നൊരു തോന്നൽ. കാരണമൊന്നുമില്ലെങ്കിലും മനസ്സെപ്പോഴൊരു ജാഗ്രതയിലുള്ള ഒരു അലേർട്ടിലായിരിക്കും. ഇത് നിങ്ങളുടെ അനുഭവമാണോ? എങ്കിൽ ഇന്നത്തെ ഹീലിംഗ് ടച്ച് നിങ്ങൾക്കുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി ഹീലിംഗ് ടച്ച് ഫ്രം കോച്ച് ശാലിനി. നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ ഞാൻ തയ്യാറാക്കിയ ഡെയിലി ഹീലിംഗ് ടച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 1-ാം ദിനമാണ്. മനസ്സ് ആശ്വാസത്തോടെ ഇരിക്കാൻ എൻ്റെ കൂടെ ഈ ഹീലിംഗ് പ്രയറിൽ നിങ്ങൾക്ക് പങ്കുചേരാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിരിക്കാം. ഒരു ദീർഘശ്വാസം എടുക്കാം, റിലാക്സ് ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ ഈ ഉത്കണ്ഠകളെ സ്നേഹത്തോടെയാണ് അംഗീകരിക്കേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഹീലിംഗ് പ്രയർ നമുക്കൊന്നിച്ച് ഏറ്റുചൊല്ലാം. കൈകൾ നെഞ്ചിൽ വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഇനി ഞാൻ പറയുന്നത് ഏറ്റുപറയാം. വരാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്നിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ അവയെ ഈ നിമിഷത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്നതിന് ഞാൻ 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ റോങ്ങായി സംഭവിക്കുമോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ച് ഭയപ്പെട്ടതിന് ഞാൻ 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. വരാൻ സാധ്യതയുള്ള എല്ലാ അപകടങ്ങളെയും അല്ലെങ്കിൽ ഡേഞ്ചറിനെ നേരിടാൻ എപ്പോഴും മാനസികമായി പ്രിപ്പയർ ആയിരിക്കണമെന്ന് എന്നെ തന്നെ സ്വയം പഠിപ്പിച്ചതിന് ഞാൻ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി കിട്ടുന്നത് വരെ എൻ്റെ സമാധാനത്തെ തന്നെ മാറ്റിവെച്ചതിന് ഞാൻ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. എപ്പോഴും അലേർട്ടായി അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് അലേർട്ട്നെസ്സോടെ ഇരുന്നാൽ മാത്രമേ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയൂ എന്നെൻ്റെ മനസ്സിനെ പഠിപ്പിച്ചതിന് ഞാൻ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ദീർഘശ്വാസം മൂക്കിലൂടെ എടുത്ത് വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. എക്സേൽ ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് ഒരു വൈറ്റ് ലൈറ്റ് എനർജി പുക പോലെ റിലീസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഞാൻ ചൊല്ലുന്നത് ഏറ്റുചൊല്ലാം. നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് അല്ലെങ്കിൽ ഏറ്റവും മോശമായ സാഹചര്യങ്ങൾ മാത്രം മനസ്സിൽ വിചാരിച്ചു കൂട്ടിയതിന് സോറി. ഏതൊരു വാർത്തയും ലഭിക്കുന്നതിന് മുൻപേ തന്നെ ബാഡ് ന്യൂസ് അല്ലെങ്കിൽ മോശമായ നെഗറ്റീവായ വാർത്ത കേൾക്കാൻ എന്നെ തന്നെ ഒരുക്കി നിർത്തിയതിന് ഐ ആം സോറി. സമാധാനമായ നിമിഷങ്ങളിൽ പോലും മനസ്സിനെ തുറന്നു വിടാതെ എപ്പോഴും ഇമോഷണലി ഗാർഡഡായി കാവലായി നിർത്തിയതിന് ഐ ആം സോറി. നിലവിലില്ലാത്ത പ്രശ്നങ്ങൾക്ക് മനസ്സുകൊണ്ട് മുൻകൂട്ടി പരിഹാരം കണ്ട് എന്നെ തന്നെ ഒരുപാട് ടയേർഡാക്കിയതിന്, തളർത്തിയതിന് അല്ലെങ്കിൽ എക്സോസ്റ്റ് ചെയ്തതിന് ഐ ആം സോറി. എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള വഴി എന്ന് തെറ്റിദ്ധരിച്ചതിന് ഐ ആം സോറി.
മൂക്കിലൂടെ ശ്വാസം എടുക്കാം. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ശരീരത്തിൽ നിന്ന് ഒരു വൈറ്റ് ലൈറ്റ് എനർജി പുക പോലെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യട്ടെ. ഇനി ഞാൻ പറയുന്നത് ഏറ്റു പറയാം. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിന് പകരം, ട്രസ്റ്റ് ചെയ്യുന്നതിന് പകരം, ഭയം കൊണ്ട് എന്നെ തന്നെ സംരക്ഷിക്കാൻ നോക്കിയതിന് പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് പൂർണ്ണമായ ഉറപ്പുകൾ അല്ലെങ്കിൽ ഗ്യാരണ്ടി ലഭിച്ചതിന് ശേഷം, അതിനുശേഷം മാത്രം സുരക്ഷിതത്വം തോന്നിയാൽ മതി, സേഫായിട്ട് തോന്നിയാൽ മതി എന്ന് വാശി പിടിച്ചതിന് പ്ലീസ് ഫോർഗീവ് മീ. എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടുന്നത് വരെ റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ വിശ്രമിക്കാൻ മടി കാണിച്ചതിന് പ്ലീസ് ഫോർഗീവ് മീ. നിരന്തരമായ മാനസിക അധ്വാനം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് മെൻ്റൽ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം നേടിയെടുക്കാൻ കഴിയൂ എന്ന് കരുതിയതിന് പ്ലീസ് ഫോർഗീവ് മീ. മൂക്കിലൂടെ ശ്വാസം എടുക്കാം. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ശരീരത്തിൽ നിന്നൊരു വൈറ്റ് ലൈറ്റ് എനർജി പുറത്തേക്ക് പോകുന്നതായി ഫീൽ ചെയ്യട്ടെ. വീണ്ടും വീണ്ടും ശാന്തമായിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ പറയുന്നത് ഏറ്റു പറയാം. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ നിമിഷത്തിൽ നിന്നും ഞാൻ എത്രത്തോളം അകന്നു പോയിരുന്നു എന്ന് കാണിച്ചു തന്നതിന് താങ്ക് യു. നമ്മൾ വിചാരിച്ചു കൂട്ടുന്ന ഭാവിയല്ല ഇന്നത്തെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ റിയാലിറ്റി എന്നെ ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു. ഓരോ ശ്വാസത്തിലൂടെയും ഈ നിമിഷത്തിലെ സുരക്ഷിതത്വത്തിലേക്ക് എന്നെ വീണ്ടും കണക്റ്റ് ചെയ്തതിന് താങ്ക് യു. എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ ഉറപ്പ് അല്ലെങ്കിൽ ഗ്യാരണ്ടി വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് സമാധാനമായിരിക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ചതിന് താങ്ക് യു. മൂക്കിലൂടെ ശ്വാസം എടുക്കാം. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ഒരു വൈറ്റ് ലൈറ്റ് എനർജി ശരീരത്തിലൂടെ പുക പോലെ പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യട്ടെ. ഇനി ഞാൻ പറയുന്നത് ഏറ്റു പറയാം. ഈ നിമിഷവും സേഫായി തുടരുന്ന എന്നെ ഞാൻ സ്നേഹിക്കുന്നു. സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ പഠിച്ച എന്നെ ഞാൻ സ്നേഹിക്കുന്നു. അടുത്ത നിമിഷത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ ഈ നിമിഷം ഞാനായിരിക്കാൻ തീരുമാനമെടുക്കുകയാണ്. ആ എന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്നോട് സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സമാധാനമായും പെരുമാറാനും എന്നെ ഞാനായി തന്നെ അംഗീകരിക്കാനും ഞാൻ തീരുമാനിക്കുന്നു. ഐ ലവ് യു. മൂക്കിലൂടെ ശ്വാസം എടുക്കുക. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക്. ഒരുപക്ഷെ നാളത്തെ പ്രോബ്ലംസ് എനിക്കിപ്പോൾ തന്നെ സോൾവ് ചെയ്യേണ്ടതില്ലായിരിക്കാം. ഒരുപക്ഷെ ഈ നിമിഷത്തിൽ ജസ്റ്റ് ശാന്തമായിരിക്കാൻ എനിക്ക് സാധിക്കും. ഈ ഒരു നിമിഷം അത് മതി എനിക്ക്.
സുരക്ഷിതത്വം തോന്നാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തെളിയിക്കേണ്ടതില്ല. എന്തൊക്കെ വരും, എങ്ങനെയൊക്കെ വരുമെന്ന് മുൻകൂട്ടി അറിയേണ്ട ആവശ്യവുമില്ല. എനിക്ക് റെസ്റ്റ് എടുക്കാൻ പൂർണ്ണ അവകാശമുണ്ട്. ഈ നിമിഷത്തെ വിശ്വസിക്കാൻ ഞാൻ പൂർണ്ണ അനുവാദം എനിക്ക് തന്നെ കൊടുക്കുകയാണ്. ഐ എം സോറി. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. മുകളിലൂടെ ശ്വാസം എടുക്കുക. വാ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. നെഞ്ചിൽ നിന്ന് കൈകളെടുക്കുക. കണ്ണുകൾ പതുക്കെ തുറക്കാം. നിങ്ങൾക്ക് ഈ ഹീലിംഗ് പ്രെയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റുകളായിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഹീലിംഗ് പ്രെയർ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന നിങ്ങൾക്കറിയാവുന്ന ഓരോ വ്യക്തിക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും നിങ്ങളുടെ ഒരു ഷെയർ. നാളെ അടുത്ത വിഷയമായി കാണാം. താങ്ക് യു.